ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റബ്ബർ സീഡ്സൊക്കെ കുറച്ച് കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. കുറച്ച് ലീവ്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തെങ്ങിൻ്റെ ഓലയാണ് എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ നമ്മൾ പിളർത്തി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നടുക മടക്കിയിട്ട് അതിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിലൊന്ന് ലീഫ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അധികം വലിപ്പമില്ലാതെയും അധികം ചെറുതും അല്ലാത്തൊരു അളവിലാണ് ഞാനിപ്പോൾ ലീഫ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ അക്രലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് കളർ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ രണ്ട് വശത്തും ഞാൻ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്ത് പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത ഭാഗത്തായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് സമയം ഫ്രീ ആയി കിട്ടും. ആ സമയത്ത് നമുക്ക് ആ ഒരു തെങ്ങോലയുടെ അറ്റത്തുള്ളൊരു മടൽ ഭാഗം കൂടെ എടുക്കണം. അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്മൂത്തൻ ചെയ്തെടുക്കണം. ഒരു കത്തിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെത്തി കൊടുത്താലൊക്കെ മതി, അല്ലെങ്കിൽ ബ്ലേഡ് വെച്ചിട്ടൊന്ന് ചുരണ്ടി എടുത്താലും മതി. എന്നിട്ട് അതിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഗ്രീൻ ടേപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്താലും മതി. അതിനേക്കാളും ഒന്നും കൂടെ നല്ലത് ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കുന്നതാണ്. അപ്പോൾ ഗ്രീൻ ടേപ്പ് ചുറ്റുന്ന സമയത്ത് അതിൻ്റെ മുകളിലും അതുപോലെ തന്നെ അത് അവസാനിക്കുന്ന ഭാഗത്തും മാത്രമായിട്ട് ഇത്തിരി ഗം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു വൈറ്റ് ഗ്ലൂ അല്ലെങ്കിൽ പേപ്പർ ഗ്ലൂ ഒക്കെ ഉപയോഗിച്ചാലും മതി. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഗ്രീൻ ടേപ്പ് ചുറ്റിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ആ ലീഫൊക്കെ ഒന്ന് പെയിൻ്റൊക്കെ പിടിച്ചിട്ടൊന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റബ്ബർ സീഡും കൂടെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലും ഞാൻ ഫാബ്രിക് പെയിൻ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഡബിൾ കോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതൊക്കെ നല്ല രീതിയിൽ നമുക്കൊന്ന് അറേഞ്ച് ചെയ്തെടുക്കണം. ഈ ഒരു സ്റ്റിക്കിൽ ഇതൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാനിത് ചെയ്ത സമയത്ത് ഇതിൻ്റെ മുകളിൽ ഇത്തിരി ഭാഗം ഒന്ന് ഒഴിച്ച് വിട്ടിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു റബ്ബർ സീഡിനേക്കാളും ഇത്തിരി കൂടെ ചെറുതായിട്ടുള്ള ഏതെങ്കിലും ഒരു മുത്തുകളൊക്കെ വെച്ചിട്ട് മുകളിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒഴിച്ച് വിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു അത്ര സൈസിലുള്ള ബീഡ്സൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ആ ഒരു ഭാഗത്തും കൂടെ റബ്ബർ സീഡിനെ പെയിൻറ്റ് ചെയ്ത് പിന്നെ ഒട്ടിക്കേണ്ടി വന്നു. ഇതുപോലെ നമ്മൾ ആ ഗ്രീൻ ടേപ്പ് ചുറ്റിയിട്ടുള്ള വടിയിൽ ഏറ്റവും മുകളിലായിട്ട് 2 റബ്ബർ സീഡ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ രണ്ടിൻ്റെ ഗ്യാപ്പിൻ്റെ ഇടയിലായിട്ട് ആ ലീഫും ഒട്ടിച്ച് കൊടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ലെയർ ചെയ്യുന്ന സമയത്ത് ആ ലീഫിൻ്റെ താഴെയായിട്ട് ആ സീഡ് ഒട്ടിച്ച് കൊടുക്കുക. അത് ഒരു രീതിയിൽ ഇങ്ങനെ തുടർന്ന് പോവുക. ഈ ഒരു രീതിയിലാണ് ഇതിപ്പോൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ വെക്കുന്നത് ചെറിയ സീഡും അതിൻ്റെ താഴേക്ക് വരുന്നതിനനുസരിച്ച് വലിയ സീഡുകളായിട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതൊക്കെ നമ്മുടെ ഓരോ ഐഡിയാസിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോൾ ടോട്ടൽ 16 സീഡ്സാണ് എടുത്തിട്ടുള്ളത് ഓരോ സ്റ്റിക്കിന് വേണ്ടിയിട്ടും. അപ്പോൾ ഒരെണ്ണത്തിനാണ് ഈ 16 എടുത്തത്. പിന്നെ ലീഫിൻ്റെ എണ്ണമൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഗ്യാപ്പ് കാണുന്നിടത്തൊക്കെ അത് ഫില്ലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലീഫ് വെച്ച് കൊടുത്തേക്കാണ്. ഞാനിപ്പോൾ തൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് സ്റ്റിക്കായി കിട്ടും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഫെവി ബോണ്ട് പോലെയുള്ള ഏതെങ്കിലും ഒരു ഗമ്മൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഫെവിക്കോളൊന്നും വെച്ചാൽ ഒരുപാട് സമയം വേണ്ടി വരും അതൊക്കെ സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഇങ്ങനെ ഗ്ലൂ ഗണ്ണ് തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് പണി തീർക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കിൽ ഒരു 17 സെൻറ്റിമീറ്ററോളം നീളത്തിൽ നമ്മൾ ഇതുപോലെ ഈ ഒരു ഡിസൈനിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 16ഓളം റബ്ബർ സീഡ് വെച്ചിട്ടാണ് ഓരോ സ്റ്റിക്കും തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ വലിപ്പം കൂട്ടും കുറക്കൊക്കെ ചെയ്യും. എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. നമ്മളെടുത്ത സ്റ്റിക്കിൻ്റെ വലിപ്പത്തിനനുസരിച്ചും പിന്നെ നമ്മൾ അറേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു വേസിൻ്റെയൊക്കെ ഒരു ലെങ്ത്തിനൊക്കെ അനുസരിച്ച് നമുക്ക് അതിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു സ്റ്റിക്കിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലൊരു 17 സെൻറ്റിമീറ്ററോളം നീളത്തിലാണ് ഞാനിപ്പോൾ ഈ റബ്ബർ സീഡ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നീളമൊക്കെ കൂട്ടി കുറക്കം ചെയ്യാം. ഇനി രണ്ടാമത്തെ സ്റ്റിക്ക് തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു വയലറ്റ് കളറിലാണ് ആ ഒരു റബ്ബർ സീഡിനൊക്കെ കളർ ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ സ്റ്റിക്ക് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു സ്റ്റിക്കിൻ്റെ മുകളിൽ നിന്ന് തന്നെ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിരുന്നു. കാരണം ആദ്യത്തേതിൽ നമ്മൾ ആദ്യം മുകളിൽ ഒരു ഗ്യാപ്പ് ഇട്ടു, പിന്നെ അവിടെ വീണ്ടും കൊടുക്കേണ്ടി വന്നു. അതിൻ്റെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല. ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ ഒരു പിക്ക് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു സ്റ്റിക്കിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളറിലൊക്കെ അത് ചെയ്യാൻ പറ്റും. ഈ ഒരു വയലറ്റ് കളർ ഞാൻ ഫാബ്രിക് പെയിൻറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1-2 കളേഴ്സ്
സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ ഒന്നും കൂടെ ഷൈനിങ് ഉണ്ടാവും. അത് മാത്രമല്ല നമ്മൾ വീണ്ടും ഒരു വാർണിഷ് അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നും ഉണ്ടാവില്ല. സ്പ്രേ പെയിൻ്റ് ആകുമ്പോൾ അത് ഒറ്റ കോട്ടിൽ തന്നെ നമുക്ക് നല്ലൊരു ഗ്ലേസിങ്ങിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴും സ്പ്രേ പെയിൻറ്റ് കയ്യിൽ ഉണ്ടാവുക എന്നില്ലല്ലോ. ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ അക്രലിക് പെയിൻറ്റോ അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റോ ഒക്കെ ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെ 4 കളേഴ്സിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ചൊരു നീളമുള്ള ബേസിലാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത്രയും നീളത്തിൽ സ്റ്റിക്ക് കൊടുത്തത്. പിന്നെ ഒരു മടലിൻ്റെ അറ്റത്തുള്ള ഭാഗം ആയതുകൊണ്ട് തന്നെ അത് ഇത്തിരി ഇങ്ങനെ വളഞ്ഞ് നിൽക്കുകയും ചെയ്യും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇതിലിപ്പോൾ ഒരു വയലറ്റ്, റെഡ്, പിങ്ക്, യെല്ലോ ഈ 4 കളേഴ്സാണുള്ളത്. ഇതിൻ്റെ കൂടെ വൈറ്റും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ വൈറ്റ് കളറിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല ആ സമയത്ത്. അതുകൊണ്ടാണ് ഞാനിതിൽ കൊടുക്കാതിരുന്നത്. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു റബ്ബർ സീഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നെ അറിയിക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ വെച്ചിട്ടുള്ളത് ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾ ഇഷ്ടമുള്ളവരൊന്ന് കാണുക. പിന്നെ എല്ലാവരോടും ഷെയർ ചെയ്യാൻ പറഞ്ഞതൊന്നും മറക്കരുത്. വീണ്ടും വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. അതോടൊപ്പം തന്നെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം. താങ്ക്